VC-ക്ക് പിടിവാശിയോ എന്നായിരുന്നു ചോദ്യം. ആന്റോ അഗസ്റ്റ്യൻ, സമയം പരിമിതിയുണ്ട്. ആയിക്കോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള സർവകലാശാലയുടെ VC ഒരു വലിയ ഔദാര്യം ചെയ്തു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. 1880 സർട്ടിഫിക്കറ്റ് വന്ന് സൈൻ ചെയ്ത് തന്നിരിക്കുന്നു. വളരെ കാര്യമായ കാര്യമാണല്ലോ. അതുകൂടാതെ തന്നെ കുറച്ച് അവിടെ ഞാൻ നോക്കാൻ പറ്റുക കുറച്ച് ഫയല് ഒപ്പിട്ട് തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയാം ഞാൻ വലിയ രാജാവാണ്, ഞാനത് എന്നെ കാല് തല്ലി ഓടിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല, ഇപ്പോൾ അവർ കാല് തല്ലി ഓടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് ഈ സാധനം എൻ്റെ ഔദാര്യത്തിന് വേണ്ടി ഒപ്പിട്ട് തന്നിരിക്കുന്നു, ഞാനെല്ലാം ഓക്കെ, ഞാൻ പോകുന്നു, ബൈ. ഇതാണ് ഇന്ന് നടന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണ് യാഥാർത്ഥ്യമായ പ്രശ്നം? ഭാരതാംബേനെ കേരളത്തിൽ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ കാവിക്കോടി ഏന്തിയ ഭാരതാംബേനെ കേരള സർക്കാരും കേരളവും സംവിധാനവും അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ അവസാനിച്ചോ? ഇപ്പോൾ കാവിക്കോടി ഏന്തിയ ഭാരതാംബേൻ്റെ അവസ്ഥ ഇപ്പം എന്താണ്? ഇതിനെക്കുറിച്ച് തീരുമാനം പറഞ്ഞാൽ മതി. ഈ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഈ കാര്യം പറയേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. ഇടതുപക്ഷവും വലതുപക്ഷമാണ് പറയേണ്ടത്. കോൺഗ്രസും പറയണം, CPM പറയണം. ഈ സാധനം ഓക്കെ ആയോ ഇപ്പോൾ? അത്രയും പറഞ്ഞാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇല്ല. എന്തിനാണ് ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത്? എന്തിനാണ് ഗവർണർ തടഞ്ഞത്? എന്തിനാണ് VC-നെ തടഞ്ഞത്? എല്ലാം ഒരു മിനിറ്റ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറയുന്നത് ഈ കാവി പൊടിയേറി ഭാരതാംബയാണ്. ഈ പറയുന്ന VC-യും മന്ത്രി തമ്മിലുള്ള ചർച്ചയിൽ അത് അവസാനിച്ചോ എന്ന് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ VC-യും ഗവർണറും മുഖ്യമന്ത്രിയും ഈ കാര്യം ചർച്ച ചെയ്താൽ ഈ കാര്യം അവസാനിച്ചോ എന്ന് പറഞ്ഞാൽ മതി. കേരളത്തിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ അവസ്ഥ ആദ്യം ഒന്ന് അറിയണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ജിമ്മി സാർ നേരത്തെ പറഞ്ഞല്ലോ, ഈ മുഖ്യമന്ത്രിയും പിന്നെ ആഭ്യന്തരമന്ത്രിയും കൈകാര്യം ചെയ്യുന്നത് ആരാ? മുഖ്യമന്ത്രി ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരു റവന്യൂ വകുപ്പിൻ്റെ പരിപാടിക്ക് പോവുകയാണ്. റവന്യൂ വകുപ്പിൻ്റെ പരിപാടിക്ക് മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് അവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടാണോ പെരുമാറുക? അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടാണോ പെരുമാറുക? മുഖ്യമന്ത്രിയായി നിന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ തലവനായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. കേരളത്തിലെ ഗവർണർ എന്ന നിലയ്ക്ക് സെനറ്റ് ഹാളിൽ ഒരു സ്വകാര്യ പരിപാടിക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഗവർണറായി പങ്കെടുക്കാം. അദ്ദേഹം എന്താണ്, മുഖ്യമന്ത്രി വരുന്നത് പോലെ ഒരു ഗവർണർ പരിപാടിക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാം. അദ്ദേഹത്തിനോട് 1 മണിക്കൂർ മുമ്പ് പറയുകയാണ്, ഞങ്ങളുടെ സെനറ്റ് ഹാളിൽ ഈ പറഞ്ഞ ഞങ്ങളുടെ ചട്ടങ്ങൾക്ക് നിരക്കാത്ത ഒരു കാര്യം നടക്കുന്നു, ഞങ്ങളുടെ സെനറ്റ് ഹാളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഗവർണർ ഇദ്ദേഹം വിളിച്ചു പറയുകയാണ്, രജിസ്ട്രാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോംബ് അവിടെ ഇരുന്നോട്ടെ, ഞാൻ അങ്ങോട്ട് വരും എന്ന് പറയാൻ പറ്റില്ല. 1 മിനിറ്റ് പറയട്ടെ, പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല, 1 മിനിറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ഈ പറയുന്ന എന്താണ് ഞങ്ങളുടെ തെറ്റ് ഏതാണ്? ഈ പറഞ്ഞ കാര്യം ശരിയല്ല, ഇവിടെ വരാൻ പറ്റില്ല, ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നിയമാവലി പറഞ്ഞ കാര്യങ്ങളല്ല ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഈ രജിസ്ട്രാർ അറിയുന്നത് എപ്പോഴാണ്? 1 മണിക്കൂർ മുമ്പാണ്. ഈ 1 മണിക്കൂർ മുമ്പ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ്, 1 മണിക്കൂർ മുമ്പ് എന്താ സംഭവിച്ചത്? അവിടെ ഒരു കാവിക്കൊടി ഏന്തിയ ഭാരതാംബേനെ കൊണ്ട് ഈ സെനറ്റ് ഹാളിൽ വെക്കുന്നു. ഈ സെനറ്റ് ഹാളിൽ വെക്കുമ്പോൾ ഒരു നിയമത്തിലും ഒരു റൂളിലും ഒരു സംവിധാനത്തിലും ഇന്ത്യയിൽ ഭരണഘടനയും പറയാത്ത ഒരു ഭാരതാംബയാണ്. ഇതിനെ പൂജിക്കാനാണ് ആര് വരുന്നത്? 1 മിനിറ്റ്. ഇത് പൂജിക്കാനാണ് ആര് വരുന്നത്? ഗവർണർ വരുന്നത്. VC-നെ സംബന്ധിച്ച് എന്താ പറയുക, രജിസ്ട്രാറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഭരണഘടനയിൽ പറയാത്ത ഒരു സംവിധാനത്തെ പൂജിക്കാൻ വേണ്ടി ഗവർണർ വരുന്നു. അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് നിയമത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്. ആ കാര്യം ഗവർണർ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന രജിസ്ട്രാർ അറിയിക്കുന്നു. രജിസ്ട്രാർ അപ്പം എന്താ പറയുക, ഞാനൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് നേരെ വന്നു കേട്ടോ. അപ്പം എന്താണ് ആ അധികാരത്തിൽപ്പെട്ട അത് സ്വകാര്യ പരിപാടിയാണെങ്കിലും അല്ലെങ്കിലും ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇന്ത്യൻ ജനങ്ങൾ പണം കൊടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഓഫീസ്, ഒരു സെനറ്റ് ഹാളിൻ്റെ അകത്ത് അങ്ങനെ നടത്തേണ്ട കാര്യമില്ല. ആ നിലത്തേണ്ട കാര്യം ഇല്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹം ആ പരിപാടി ക്യാൻസൽ ലെറ്റർ കൊടുത്തു. 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ സാർ. ലെറ്റർ കൊടുക്കുന്നു, ആ പരിപാടി അവർ ക്യാൻസൽ ചെയ്യുന്നു. ശരി, അത് കഴിഞ്ഞ് ഇവർ മുണ്ടായിസൊക്കെ നടത്തി അതിൻ്റെ അകത്ത് ഈ പരിപാടി നടത്തി തിരിച്ചുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗവർണർക്കല്ല പ്രശ്നം, അപ്പോഴത്തേക്കും VC-ക്ക് ടെൻഷൻ കയറി. VC എന്ന് പറയുന്നതാണ്, VC പറഞ്ഞിട്ട് നടത്തുന്ന പരിപാടിയാണ്. RSS-ന് വേണ്ടി അയ്യപ്പ സേവാ സംഘം VC പറഞ്ഞിട്ട് നടത്തുന്ന പരിപാടിയാണ്. പത്മനാഭ സേവാ സമിതി അവിടെ VC പറഞ്ഞിട്ട് നടത്തുന്ന പരിപാടിയാണ്. VC-ക്ക് അപ്പോഴത്തേക്കും കയറി. അപ്പോൾ VC ആരോട് പറയാണ്? ഈ പറയുന്ന സെനറ്റ് നമ്മുടെ എന്താണ് മറ്റേ ആരാണ്, സെനറ്റ് അല്ലല്ലോ, സിൻഡിക്കേറ്റിനോട് പറയാണ് ഈ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയാണ്. രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ രജിസ്ട്രാർ സിൻഡിക്കേറ്റ് നോക്കുകയാണ് ഈ രജിസ്ട്രാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവരാണല്ലോ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നടപടി അവരെന്ത് പറയുന്നു? ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ VC പറയുന്നത് എന്താ അറിയോ? തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർ കണ്ടത് അത് ശരിയല്ല,
അത് ശരിയല്ല. അതെന്താണ്? അദ്ദേഹം തെറ്റ് ചെയ്തിട്ട് അവർക്ക് കൂടെ നിന്ന് കൊടുക്കുകയാണ്, അവരെ കൂടെ നിന്ന് കൊടുക്കുക. അതുകൊണ്ട് ഞാൻ അങ്ങ് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുകയാണ്. ആ സസ്പെൻഷൻ അംഗീകരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ അപ്പോയിൻറ്റിങ് അതോറിറ്റി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റ് അപ്പോയിൻറ്റ് ചെയ്ത ഒരാളെ VC സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ്, കാര്യമില്ല. എന്നിട്ട് എന്താണ് സംഭവം? എന്നിട്ട് ഈ പറഞ്ഞ VC അദ്ദേഹം ഇവിടെ ജോലി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. VC പറയുന്ന കാര്യം അവിടുത്തെ പിയൂണ് പോലും കേൾക്കുന്നില്ല, ഒരു മനുഷ്യൻ പോലും കേൾക്കുന്നില്ല, ഈ മന്ത്രിസഭ കേൾക്കുന്നില്ല, മന്ത്രി കേൾക്കുന്നില്ല, ഒരു ഗവൺമെൻറ് കേൾക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്ത് അന്ന് സസ്പെൻഡ് ചെയ്ത് അന്ന് തുടങ്ങി അദ്ദേഹം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ മുഴുവൻ നടത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മുന്നോട്ട് പോകണം. ആരാണ് പിന്നെ രണ്ടാമത് VC അപ്പോയിൻറ്റ് ചെയ്ത പിന്നെ ആരാണ് പിന്നെ ഇതുണ്ടോ, അതാണ് രജിസ്ട്രാർ ഉണ്ടല്ലോ, ആ ഏരിയയിലേക്ക് പോലും വരുന്നില്ല, ഫയൽ നോക്കുന്നില്ല, ഒരു സാധനം ചെയ്യുന്നില്ല. അവർ നോക്കാത്ത ഫയൽ ഈ പറയുന്ന ഭരണസ്തംഭനം ആര് മാറ്റി കൊടുക്കും? മാറ്റി കൊടുക്കാനുള്ള സംവിധാനം VCൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. എന്നിട്ട് ഇന്നെന്താ സംഭവിച്ചത്? കഴിഞ്ഞ 18 ദിവസമായിട്ട് ഈ പറഞ്ഞ ഇപ്പോഴത്തെ അനിൽകുമാർ രജിസ്ട്രാർ നടത്തിയ ഫയലുകളിൽ ഒന്നും ഇദ്ദേഹം ഒപ്പിടാതെ ഇതിനകത്ത് പോയി. എന്നിട്ട് എന്താണ്? ഞാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രിയോട് പറയും. രജിസ്ട്രാറെ ഞാൻ സസ്പെൻഡ്. ഈ പറയുന്ന ധാർഷ്ട്യമൊന്നും കേരളത്തിൽ വേണ്ടെന്നേ. ഈ രാഷ്ട്രീയം അവിടെ കിടന്നത് എന്താണ്? അവിടെ RSS വളർത്താനും അവിടുത്തെ BJP വളർത്താനും വേണ്ടിയിട്ടല്ല കേരളത്തിലെ സർവകലാശാല നിൽക്കുന്നത്. അതിന് വേണ്ട പണി വേറെ എടുക്കണം. അതിന് ഈ പരിപാടി രാജിവെച്ചിട്ടുണ്ടല്ലോ, രാഷ്ട്രീയ പ്രവർത്തനം എത്തണം. അതുപോലെയുള്ള ധാർഷ്ട്യമാണ്. എന്നിട്ട് പത്രക്കാരി വായിക്കുമ്പോൾ എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ, ഞാൻ ഇറങ്ങിയാൽ പോവുകയാണ്, എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയണമെങ്കിൽ നേരമില്ല. പക്ഷേ അതേ നടത്തുന്നത് എന്താ അറിയോ? രാഷ്ട്രീയ പരിപാടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിന്ന് കൊടുക്കേണ്ട ഗതികേടൊന്നും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം ഒളിച്ചു കടത്താണ് സർവകലാശാലയിലേക്ക്, ഒളിച്ചു കടത്താണ് RSSനെ. ഇതിന് കൂട്ടുനിൽക്കുന്ന VCനെ അംഗീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പം എന്താണ്? ഞാനതാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പം ഭാരതാംബയുടെ പ്രശ്നം തീർന്നോ എന്നുള്ളത്, കാവിക്കോടി ഏന്തിയ ഭാരതാംബയുടെ പ്രശ്നം തീർന്നോ എന്ന് സർക്കാരും ഗവൺമെൻറ്റും ഇവിടുത്തെ പ്രതിപക്ഷവും പറയണം. അതോടുകൂടി ഈ പ്രശ്നം അവസാനിപ്പിക്കുകയുള്ളൂ. അല്ലാതെ VC വന്ന് കൈ കൊടുത്ത് മന്ത്രിയായിട്ട് കൈ കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ല കേരളത്തിലുള്ളതെന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ മിനി കാപ്പൻ്റെ കാര്യത്തിൽ ചട്ടവിരുദ്ധമായിട്ടാണ് നിയമനം. നിലവിൽ സെക്ഷൻ 10, 13 വകുപ്പ് ഉപയോഗിച്ചല്ല നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ മിനി കാപ്പൻ ഒപ്പിട്ട ഫയൽ VC ഒപ്പിട്ടാൽ അത് ചട്ടവിരുദ്ധമാവും. അങ്ങനെ വന്നാൽ വിചാരണയ്ക്ക് ആര് പോകേണ്ടി വരും? മിനി കാപ്പൻ ചട്ടവിരുദ്ധമായിട്ട് ഒപ്പിട്ടെന്ന് പറഞ്ഞേണ്ടി വരും. ഒരേ സമയം മിനി കാപ്പനെ കൂടി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ VC. അവർ താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് സമ്മർദ്ദം ചെലുത്തി അവിടെ നടത്തിയിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ഇയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ സെക്ഷൻ 10, 13 വകുപ്പ് പ്രകാരമല്ല, നേരിട്ട് നിയമിച്ചിരിക്കുക VC. നേരിട്ട് ഓർഡർ എന്തെങ്കിലുണ്ട്. P. ഹരികുമാറിനെ മാറ്റിയിട്ട് ഇവരെ നിയമിച്ചിരിക്കുന്നത്. P. ഹരികുമാറിനെ നിയമിച്ചത് സെക്ഷൻ ഉപയോഗിച്ച്, മിനി കാപ്പനെ നിയമിച്ചത് സെക്ഷൻ ഉപയോഗിക്കാതെ. എന്ത് അധികാരമാണ് ഇയാൾക്കുള്ളത്? തോന്നിവാസം പോലെ ചെയ്യാനോ? ഇതെന്താണ് ഈ നാട്? Meet the editors.